ഹലോ ഗൈസ്, ഞാനും സച്ചുവും വൈകുന്നേരമായപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. വെറുതെ ചൂടത്തെ പ്രാന്ത് എടുത്ത് ഇതാ അവനും ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരുമാതിരി കളിയാണ് കാലാവസ്ഥ കളിക്കുന്നത് ഗൈസ്. മഴ പെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പെയ്യുന്നില്ല, പെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പെയ്യുന്നുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ കൂടുതൽ ആവിയാണ്, അതുകൊണ്ട് ഭയങ്കര പണിയാണ്. ഞാൻ പിന്നെ തോടിൻ്റെ അവസ്ഥയെല്ലാം നോക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ നമ്മളെ ഒരു 3-4 മാസം മുമ്പിലെ വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ മതി സംഭവം. തോടിൻ്റെ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇപ്പം തോടിൻ്റെ അവസ്ഥ ഉണ്ട് ഇത് ഗൈസ്. അപ്പോൾ ഇതാണിപ്പോൾ തോടൊന്നും അല്ല, ഇപ്പോൾ തോടിനേക്കാൾ ഇതൊക്കെ ഈടെയല്ലാണ് ഗൈസ്. ഞാനന്ന് ഇവിടുന്ന് കൂക്കി അലറി വിളിച്ച സ്ഥലമില്ല, നമ്മൾ മീനിനൊക്കെ കിട്ടിയിട്ട്. മീൻ ഉണ്ടാവും, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിയോണ്ട് അത്യാവശ്യം നല്ല മീനിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകുന്നതെന്ന് തോന്നുന്നു പിന്നെയും നല്ല, കാരണം നമ്മൾ ടാങ്കിലിടുന്നതെന്ന് തോന്നുന്നു പിന്നെയും നല്ല. അപ്പന്മാർ ദാരിദ്ര്യത്തിലല്ലേ. ഇപ്പോൾ നമ്മളൊന്ന് വെറുതെ പുറത്തിറങ്ങിയതാണ്, കാരണം ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചാടാനാ. വണ്ടിയിലോട്ട് ചാടൽ ടാസ്ക് കഴിഞ്ഞു. ഇപ്പം ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെച്ച് ചാടെത്തു. കുളത്തിൻ്റെ ഉറുമ്പ് കുളത്തിൻ്റെ അവസ്ഥക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഓടി ഇങ്ങനെയാണെങ്കിൽ ആണി എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ആണിയല്ല ഇപ്പോൾ അവിടെ നോക്കടാ, ഇവിടെ ഒന്നുമില്ല. ഇത് നോക്കുക, ഇതാ ഈടെല്ലാം മുഷിയെല്ലാം നടന്ന സ്ഥലമാണ്. ഇപ്പം നോക്കിയ വെള്ളമില്ല, ഒരുമാതിരി വരണ്ട കണ്ടം പോലെ. ഇപ്പം ശരിയാ വരണ്ട കണ്ടല്ലേ. എന്തോ ഭാഗ്യത്തിന് പച്ചപ്പുണ്ട് കേട്ടാ. ഇവിടെ നല്ല തണൽ, പച്ച കൊക്കോ ഇതുണ്ടാ. പക്ഷെ ഫുള്ള് ഉറുമ്പ് ആക്രമിച്ചിട്ടാ കൊക്കോനെ. ഗൈസ്, നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ട്, അത് കണ്ടാ. പക്ഷെ അത് പറിക്കൽ ഇച്ചിരി ടാസ്ക്കാണ്, പക്ഷെ എന്നാലും സീനില്ല. അപ്പം നമ്മൾ നമ്മളെന്തായാലും വീഡിയോ എടുക്കുന്നില്ല. പറിക്കൽ നിന്നും വീഡിയോ എടുത്താൽ റിസ്ക്കാണ്, അത് പറിക്കൽ നടക്കൂല, ക്യാമറ എല്ലാം കൂടെ നൈസായിട്ട് തട്ടാം. ഗൈസ്, ബേക്കിലാണ് സാധനമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നത് കാച്ച. ഉറുമ്പ് കടിക്കുന്നുണ്ട്, ഇതുണ്ടോ എനിക്ക് തെണ്ടി. ഗൈസ്, നമുക്ക് നമ്മളെ കാലത്ത് പോകാം, കാരണം ഇവിടെ തോടിൻ്റെ കരക്കൊന്നുമില്ല, കരേൻ്റെ കരയിൽ തന്നെയാണ് ഇരുന്നിട്ടില്ല. വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല. പൊന്നു ഗൈസ്, ഇന്നലെ ഇവിടെ ഒരു മഴ പെയ്തപ്പോൾ ഞാൻ വെച്ച് ഇച്ചിരി ആശ്വാസം ഉണ്ടാകുന്നു. പക്ഷെ മഴ പെയ്തതിന് ശേഷം ചൂട് ഇരട്ടിയാവുമായിരുന്നു അല്ലേ. പിന്നെ മഴ പെയ്തുകൊണ്ട് ഈ മറ്റേ കളിക്കൽ റിസ്ക് ആണ്, കാരണം ബോള് കാട്ടിലെല്ലാം നമ്മൾ പോയി എടുക്കണം. ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് ആവി കയറി പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പിറങ്ങി ഓടും. ഇന്നലെ ഞാൻ 2 പാമ്പിനെ കണ്ട്, ഒന്ന് ചേര, ഒന്ന് വേറെ ഏതാണ് ഗൈസ്. നോക്കിയാൽ പായൽ നോക്കിയാൽ ഈ തോട്ടിലങ്ങനെ കാലുകുത്തി ആ കാല് പിന്നെ കൊത്തിച്ചാടിയാൽ മതി. അമ്മാരി വൃത്തിയായിട്ട വെള്ള ഗൈസ്. അപ്പോൾ നമുക്കത് തിന്നാം. ഞാൻ സച്ചും കൂടെ കുറേ നാൾ മുമ്പ് ഒരു പഴയ ഫോൺ എടുത്ത് തോട്ടിലിട്ടെന്ന്. കുറേ നാളൊന്നും ആയിട്ടില്ല, ഒരു ആഴ്ച ആയിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ പാലത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത പാലത്തിലെത്തിയിട്ടുണ്ട്. സച്ചു കൊണ്ടിട്ട കെണിയാണ് ഗൈസ്. ഒരു മീനും ഇല്ല, എന്നാലും അത് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം തണലുണ്ട്, കണ്ട മേലെ ഫുള്ളും മരമാണ്. ഔട്ട് ഓഫ് ഫോക്കസ് ആകുന്നുണ്ടല്ലേ, പ്രശ്നമാണോ? സീൻ ഇത് മറ്റേ നമ്മുടെ ചോളം പോലെയുണ്ട്. ഇത് 2 എണ്ണത്തിലാക്കി എടുക്കുക. സച്ചുവണ്ണൻ അതിൻ്റെ പരിപാടിയിലാണ്. എൻ്റെ അമ്മ ഗൈസ്, നമ്മളൊന്ന് സെറ്റാക്കട്ടെ. കൊക്കോ കൊണമില്ല, അതൊരു കൊണമില്ല. ഇതൊരുമാതിരി എന്തോ മൂക്കള പോലെയുണ്ട്. സത്യോ അല്ലെങ്കിൽ കൊക്കോന് ചെറിയൊരു മധുരം ഉണ്ടാവൂലേ? അത് അനക്ക് കിട്ടിയ പീസിൻ്റെ ആണോ? നിനക്ക് പ്രശ്നമൊന്നുമില്ല? ഒരു കൊണമില്ലല്ലോ. മധുരം ഒന്നുമില്ല കൈസ്, ഇത് വെറും ഒരു സാധനം. ഈ കുരു വെറുതെ തുപ്പി കളയണ്ടേനു, ചോക്ലേറ്റ് ആക്കേനു. അതാ മീനടിക്കട്ടെ. ഞാൻ ഇതെന്താ ചെയ്യുക, വെറുതെ പറിച്ച് കളഞ്ഞൊരു കാര്യമില്ലാണ്ട്. ഞാനിവിടെ ഇരിക്കും, മധുരമില്ല. ഓനപ്പുറം പോയി, ഇനി ഞാനപ്പുറം ഇവിടെ ഇരുന്ന് പ്രാന്തെടുക്കുന്ന കൈസ്. ഒന്നാമത് വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചൂടെടുത്തിട്ട് വീട് വന്ന് നോക്കുന്ന അയ്യുന്നില്ല ചൂട്.
കാരണം തോട്ടിലെ വെള്ളം തിളച്ച ആവി പോലെ ആയിട്ടില്ലേ അല്ലേ? കാരണം നമ്മൾ തോട്ടിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറെ കാര്യം. ധോന അയ്യോ എൻ്റെ പൊന്നു കഴിച്ച് ഞാൻ വേറൊരു സത്യാവസ്ഥ പറയാം. അലക്കാൻ എല്ലാവരും വരുന്ന ഈടെയാണ്. കാരണം ഈടെയാണ് ഇച്ചിരി പൊടിയെങ്കിലും വെള്ളമില്ല. കണ്ട ഈടെ അത്യാവശ്യം വെള്ളമുണ്ടല്ലേ. ഇത് നോക്കിയിട്ട് ആരും ജഡ്ജ് ചെയ്യണ്ട. അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഞാനിപ്പോൾ അങ്ങോട്ട് പോവാം ഗൈസ്. ഇപ്പം ഞാനും പോവാണ്. കണ്ട ഇവിടെ വെള്ളം കാല് നനക്കാണ്ട് പോവുക. നോക്ക് എൻ്റെ പൊന്നളിയ മീനുകളെല്ലാം കണ്ട എല്ലാവരും ഓപ്പണാണ് ഗൈസ്. ആഫ്രിക്കൻ മുഷി. അതെ 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 സച്ചു 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 ഗൈസ് ഗൈസ് വലിയ മുഷി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആ അതിൻ്റെ അത് സംഭവം ഗൈസ് ഇവന്റെ വീട്ടിലെ ഒരു വലിയ അനക്കൊന്നും അതല്ലാന്ന്. കാരണം അതിനേക്കാളും വലുത് ഇവനെന്തോ ആയി ഗൈസ്. ഇത് ഗൈസ് കണ്ട ഞാൻ കൊണ്ടിട്ടുണ്ടോ കണ്ട നീ കൊണ്ടിട്ടെ പിടിച്ച കിജോ ഗൈസ്. അപ്പോൾ സച്ച് വലയെടുക്കാൻ പോയിട്ടുണ്ട്. കിട്ടിയില്ല മുഷി കേട്ടോ. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല ഐറ്റം, ഒരു രക്ഷയില്ല. ആ ഓനെന്തോ ആയിട്ടാണുള്ളത് ഗൈസ്. ഓൻ വലയെടുക്കാൻ പോകുന്ന പോക്ക് നോക്കിയാ എൻ്റെ മോനെ. എൻ്റെ പൊന്ന് ഗൈസ് അത് നിങ്ങൾ ഇടാഗടിയ സാധനമാണ്. അതിനെ മറ്റേ അടിയെല്ലാം കൂടിയിട്ട് ഇവിടെയൊക്കെ പള്ളയൊക്കെ ഇങ്ങനെ മുറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ മീനും പുറത്തിറങ്ങി. ഫുള്ള് മീനും ഔട്ട് ഓഫ് ഒരു കുപ്പത്തട പോയി കേട്ടോ. കാണിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എല്ലാവരും പുറത്ത് ചാടിയിട്ടുണ്ട്. ഇതാ വലിയ വലിയ മീനുകളൊക്കെ പുറത്ത് ചാടി നടക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കുറച്ച് ഭീകരന്മാർ ഇവിടെ ഉണ്ട്. ഇപ്പം തന്നെ ഒന്നിനെ കണ്ടു. അത് ഞാൻ ഇവന് തോട്ടിൻ്റെ സമയത്ത് ഒരു ചുക്കും ഉണ്ടാവും. ഇച്ചിരി കുഞ്ഞു കുഞ്ഞു ചുണ്ണി പരലുണ്ടാവും. പച്ചവണ്ണം വലയൊക്കെ ആയി സടാന്നിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ കിട്ടുമോയെന്ന് ചെറിയൊരു കുറവുണ്ട്. കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനല്ലേ? അത് ഇവൻ എടുക്കും അല്ലേ? ഞാൻ വെച്ച് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടിയിട്ടൊരു കാര്യമില്ലെന്ന്. പക്ഷെ അത് ആരോഗ്യക്കുറവാണ് ഗൈസ്. അതിൻ്റെ പള്ളയൊക്കെ ഭയങ്കര മുറിഞ്ഞിട്ടാണുള്ളത്. അടി കൂടിയിട്ടായിരിക്കും. ഈ ഒട്ടയാ ആ അടയാൻ തോന്നാ. അതെ നോക്കി ആടെ തന്നെ വേറെ അടിയാ. ഇപ്പോൾ ഗൈസ് നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അതാണ്ട് പോകുന്നുണ്ടോ വലിയ സാധനം. എടാ നീ നോക്ക് പറ്റും ഗൈസ്. അതിന് കയറി ഒളിക്കാൻ ഒരു സ്ഥലമില്ല. കൊണ്ട എൻ്റെ നീ വീട് ഇപ്പോഴും കാണുന്നില്ല ഗൈസ്. ഇപ്പോൾ ചെറിയൊരു മഴക്കാറെല്ലാം കാണുന്നുണ്ട്. ഇവന് മീനിൻ്റെ ഇൻസ്പയർ തന്നെയാണ് ഗൈസ് ഉള്ളത്. കിട്ടണമെന്നാണ് പറയുന്നത്. പക്ഷെ മഴ അതിക്കൊണ്ട് അവിടെ മഴ ആവശ്യമുള്ള സമയത്ത് പെയ്യൂല. അതാണ് മഴേൻ്റെ പ്രത്യേകത. ഓക്കെ ഗൈസ് അപ്പോൾ ആ മീന് ചെറിയൊരു പ്രതീക്ഷ കുറവ് തോന്നിയിട്ടുണ്ട്. കാരണം അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ. നമുക്ക് പിന്നെ ഒരിക്കൽ കാണാം. ആ മീനെല്ലാം പോയി കേട്ടാ. അതിനൊന്നും കിട്ടൂലെന്ന് തോന്നുന്നല്ലേ അല്ലേ?